ഞങ്ങൾ പഴയ അയൽവക്കക്കാരാണ്. നമ്മുടെ കുറ്റിപ്പശ്ശേരിലെ രാഘവ പണിക്കർ സാറിൻ്റെ, ഞങ്ങളൊക്കെ വിളിക്കുന്ന ജവാൻ സാർ എന്നാണ്, എനിക്ക് ആ പേരെ അറിയത്തുള്ളൂ. മോനും മോളുമാണ് നമ്മുടെ കൂടെ ഉള്ളത്. ശശിചേട്ടനും ഗീതച്ചയുമാണ് ഇപ്പോൾ ഉള്ളത്. രണ്ടുപേരും നമ്മുടെ ആലായിലെ വിപണി കാണുന്നതിനും ആലായിലെ ബന്ധുക്കളെയും സുഹൃത്തുക്കളെയും ഒക്കെ കാണുന്നതിനുമാണ് വന്നത്. ശശിചേട്ടൻ എനിക്ക് തോന്നുന്നു ഒത്തിരി കാലങ്ങൾക്ക് ശേഷമാണ് ഒരു ക്ലാസ്മേറ്റ് ആണോ? കണക്കിന് നിങ്ങൾ തമ്മിൽ മത്സരിച്ചായിരുന്നോ? ആ പുള്ളി മത്സരമില്ലേ? കെമിസ്ട്രിയിലായിരുന്നു മത്സരമില്ലേ? കെമിസ്ട്രിയിലായിരുന്നു മത്സരമില്ലേ? വലിയ യോഗ ടീച്ചറുമാണ് അല്ലേ? ഓക്കെ. അപ്പം എന്തായാലും നമ്മുടെ വിപണിയൊക്കെ കണ്ടു. എങ്ങനെയുണ്ട് നമ്മുടെ വിപണിയൊക്കെ? എങ്ങനെയുണ്ട്? സൂപ്പറായിട്ട്. നമ്മുടെ ആലായിൽ ഇങ്ങനെ ഒരു സംരംഭം വന്നത് തന്നെ നമുക്ക് വളരെ സന്തോഷം. കഴിയ ആൾക്കാരെയൊക്കെ ഒന്ന് കാണാനും അതുപോലെ നമ്മുടെ വീട്ടിൽ വളർത്തുന്ന സാധനങ്ങളൊക്കെ വാങ്ങിക്കാനും ഒക്കെ പറ്റിയതിൽ വളരെ സന്തോഷമുണ്ട്. ജെയിംസ് ആണ് ഇതിൻ്റെ മുൻകൈ എടുക്കുന്നതെന്ന് ഞങ്ങൾക്ക് മനസ്സിലായി. അതുകൊണ്ട് എല്ലാവരോടും, ഇതിൽ പങ്കെടുത്ത എല്ലാവരോടും ഒന്നുകൂടി ഞങ്ങൾ നന്ദി പറയുക. കാരണം നല്ലൊരു സാധനം ഞങ്ങൾക്ക് കിട്ടി. അതുപോലെ തന്നെ ചിപ്സ് ആയാലും നല്ല വീട്ടിലുണ്ടാക്കിയ ചിപ്സും അതേപോലെ എന്തൊക്കെയാണ് മേടിച്ചേ, മാവുണ്ട, ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളൊക്കെ മേടിച്ച് പുള്ളിക്ക് ബോംബെക്ക് കൊണ്ടുപോകാനാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് വാങ്ങിച്ചു. എല്ലാവരും ഈ ചുറ്റുപാടുള്ള ഇത് കേൾക്കുന്നവരെല്ലാം വരിക, എല്ലാവരും ഇവരെ സപ്പോർട്ട് ചെയ്യുക. നല്ല നല്ല സാധനങ്ങൾ കിട്ടും. ഒന്ന് ഇടയ്ക്ക് ഡൗൺ ആയിപ്പോയി ആലായ ഒന്ന് നേരെ നമുക്ക് കൊണ്ടുവരാനായിട്ടുള്ള ശ്രമമാണ് നടത്തുന്നത്. ആലായ നേരെ വരുന്നതനുസരിച്ച് ഞങ്ങൾക്ക് സന്തോഷം. ജന്മനാടല്ലേ അത് തന്നെ. ഞാനിപ്പോൾ മാവേലിക്കരയാണ് താമസിക്കുന്നത്, എങ്കിലും നമ്മുടെ കൂർ ഇങ്ങോട്ട് നിൽക്കും. യോഗ ടീച്ചറൊക്കെ ആണല്ലേ? അതെ, ഞാൻ യോഗ ടീച്ചറാണ്. ഞാൻ 10-25 വർഷം കൊണ്ട് ഇതൊക്കെ ഇതിൻ്റെ പുറയിലാണ്. ഇപ്പം ഞാൻ വീട്ടിലൊരു സ്റ്റുഡിയോ നടത്തുന്നുണ്ട്. ദീക്ഷാ യോഗ എന്ന പേര്. ഗൂഗിളിൽ തപ്പി അറിയാം, ദീക്ഷാ യോഗ മാവേലിക്കര. അപ്പോൾ അവിടെ ഓഫ്ലൈനും ഓൺലൈനും ഒക്കെ ഉണ്ട്. ഒക്കെ ആയിട്ട് പോകുന്നു. ഒരു കാര്യം, നമ്പറോട് പറയാമെങ്കിൽ ആരെങ്കിലും താല്പര്യമുണ്ടെങ്കിൽ കോൺടാക്ട് ചെയ്തോളൂ. 9544974425. ഓക്കെ, താല്പര്യമുള്ളവർ കോൺടാക്ട് ചെയ്യാം. ഓൺലൈനായിട്ടോ ഓഫ്ലൈനായിട്ടോ ഒക്കെ പഠിക്കാം. ഗൂഗിളിൽ ദീക്ഷാ യോഗ തപ്പിയാൽ അതിനകത്ത് എൻ്റെ നമ്പറും ഒക്കെ ഉണ്ട്. ആഗ്രഹമുള്ളവർ എങ്ങനെയുണ്ട് നമ്മുടെ വിപണിയൊക്കെ? എങ്ങനെയുണ്ട്? നല്ല വിപണിയാണ്. ഞാൻ 74-ലെ 10ാം ക്ലാസ് ആല സ്കൂളിൽ നിന്ന് പാസ്സായിട്ട് നാട് വിട്ട ഒരാളാണ്. വെളിയിൽ എഞ്ചിനീയറിംഗ് ഒക്കെ കർണാടക സ്റ്റേറ്റിൽ കഴിഞ്ഞിട്ട് ബോംബെക്ക് പോയിട്ട് 40 വർഷമായിട്ട് ബോംബെയിലാണ്. അന്നൊന്നും ഇങ്ങനെയുള്ള ഒരു ഇതുമില്ലായിരുന്നു. രാവിലെ കൊട്ടവായിട്ട് ചെങ്ങന്നൂർ ചന്തയിൽ പോയി എന്തെങ്കിലും വാങ്ങിക്കേണ്ട ഒരു ഗതികേടുള്ള കാലമായിരുന്നു. ഇപ്പോൾ എല്ലാ ആലായിൽ ഇങ്ങനെയൊക്കെ വന്നതിൽ വളരെ സന്തോഷം. ഇത് കണ്ടപ്പം വളരെ സന്തോഷം. താങ്ക് യു വെരി മച്ച് ആൻഡ് താങ്ക്സ് ടു ജെയിംസ് ഓൾസോ. എന്താ ചക്കിൻ്റെ കാര്യമൊക്കെ പറഞ്ഞേ? അല്ല, ഞങ്ങളുടെ കൊച്ചുനാളിലൊക്കെ ഇവിടെ ഈ ബിൽഡിങ്ങിൻ്റെ തൊട്ടപ്പുറത്തുള്ളിടത്ത് ചക്കായിരുന്നു. കരിമ്പൊരിഞ്ഞ ചക്ക. അപ്പോൾ ഞങ്ങളുടെ കൊച്ചെങ്കിലൊക്കെയുള്ള കരിമ്പൊക്കെ ഇവിടെ കൊണ്ടുവരികയും ഞങ്ങളത് ഇവിടെ ഇട്ട് ആട്ടുന്നതൊക്കെ കാണാനായിട്ട് ഞാൻ കുഞ്ഞിലെ വരികയും അതിനകത്തിൽ ഈ ശർക്കര ഇളക്കുന്ന കൂട്ടത്തിൽ കപ്പ ഇട്ട് പുഴുങ്ങി തിന്നുകയൊക്കെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇന്നത്തെ തലമുറയ്ക്ക് ശരിക്കും പറഞ്ഞാൽ ഈ നാട്ടില് അതെ അതിന്റെ ഒരു ടേസ്റ്റ് പ്രത്യേകം. കാരണം ശർക്കരക്കകത്തില് നമ്മുടെ കപ്പ പുഴുങ്ങി തിന്നുക എന്ന് പറഞ്ഞാൽ അതൊരു പ്രത്യേക ടേസ്റ്റാണ്. അന്നത്തെ ആൾക്കാരൊക്കെ ഇന്ന് കാണത്തില്ല. അതൊരു പ്രത്യേക രസമായിരുന്നു. അപ്പൊ ശർക്കര ഇങ്ങനെ ശർക്കര അപ്പൊ തൊലി പൊളിച്ചിട്ട് അതിനകത്തോട്ടങ്ങ് ഇടും. എന്നിട്ട് അതിട്ട് വേവും. എന്നിട്ട് അത് കഴിക്കണം. എന്താ ടേസ്റ്റാന്നറിയാം. അതുപോലെ അവിടെ മില്ലുണ്ടായിരുന്നു. ആ മില്ലിലത് നെല്ല് കുത്താനും ഒക്കെ വന്നിട്ടുണ്ട് ചെറുപ്പത്തില്. അതൊക്കെ ഒരു അനുഭവം. അത് തന്നെ. പക്ഷേ ആ നല്ല കാലങ്ങളൊക്കെ ഈ പ്രദേശത്ത് നഷ്ടപ്പെട്ടു. ഇതൊക്കെ തിരിച്ചു പിടിക്കാനായിട്ടുള്ള ഒരു ശ്രമമാണ്. അത് എത്രമാത്രം വിജയിക്കും എന്നൊന്നും അറിയത്തില്ല. ഓക്കെ, താങ്ക് യു, വെൽക്കം. വലിയ വാർപ്പിനകത്തിട്ട് ഇങ്ങനെ ഇളക്കുന്നുണ്ട്. അതിനകത്ത് ചെയ്യുന്ന അപ്പൊ അവരെടുത്ത് നമുക്കൂടൊക്കെ തരും. ഓക്കെ, ശരി. എനിക്കും പക്ഷെ അതൊരു പുതിയ കേട്ടോ, ഈ ശർക്കരക്കകത്തിട്ട് കപ്പയിട്ട്. അപ്പൊ പുതിയൊരു പ്രോഡക്റ്റ് ആയല്ലോ. കരിമ്പനീര് കുറുകുന്നതിനനുസരിച്ച് ശർക്കരയും കൂടെ. കരിമ്പനീര് കുറുക്കി എടുക്കുമ്പോ ഈ അന്ന് അതൊക്കെ ചുമ്മാതെ ഇരുന്ന് ചെയ്യുന്നതല്ല. അതൊന്നും ടേസ്റ്റ് ഒന്നും നോക്കിയിട്ടല്ല. കപ്പ പൊളിച്ച് അതിനകത്തോട്ടങ്ങ് ഇടും. അത് ഇളക്കി അത് കഴിച്ച് ഞങ്ങളെല്ലാവരും കഴിക്കും. അത്രേ ഉള്ളൂ. അതൊക്കെ നല്ലൊരു അനുഭവമായിരുന്നു അന്നത്തെ കാലത്ത്. അത് ഇപ്പോഴോർക്കുമ്പോഴേ അതിന്റെ രസം. ഓക്കെ.